തുടർച്ചയായിട്ടുള്ള നാലാം വാരത്തിലും നാലാം ശനിയാഴ്ചയും കേരള ബോക്സ് ഓഫീസിൽ നമ്പർ 1 ആയിട്ട് റെക്കോർഡ് കളക്ഷനുമായിട്ട് വാഴ 2. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സ്വന്തം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാമെന്ന വാഴ 2 എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ 24ാം ദിനമായിട്ടുള്ള നാലാം ശനിയാഴ്ച ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട്, 24 ദിവസത്തെ വേൾഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. സോഷ്യൽ മീഡിയയിലൂടെ പ്രമുഖരായിട്ട് മാറിയ ഹാഷിർ, അലംബിൻ സിറാജ്, അജിൻ റോയ്, വിനായക് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായി സവിൻസ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു വാഴ 2 ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ് എന്ന് പറയുന്ന സിനിമ. ഏപ്രിൽ മാസം 2-ാം തീയതി തിയേറ്ററിലെത്തിയ ചിത്രം മലയാള സിനിമയുടെ ഇക്കാലത്ത് വലിയൊരു കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്ന ഒരു ചിത്രമായിട്ട് മാറുകയായിരുന്നു. ഇപ്പോൾ ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള 24ാം ദിവസം കേരള ബോക്സ് ഓഫീസ് ഏകദേശം 1,55,00,000 രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഒരു മലയാള സിനിമയ്ക്ക് ഇന്നുവരെ സ്വന്തമാക്കാൻ സാധിക്കുന്നതിൽ ഏറ്റവും വലിയ തുക കൂടിയാണിത്. അതോടൊപ്പം തന്നെ ലോക തുടരും തുടങ്ങിയ സിനിമകളുടെ റെക്കോർഡും ചിത്രം ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. 119 കോടിയായിരുന്നു തുടരും എന്ന് പറയുന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയത്. 121 കോടി രൂപയായിരുന്നു ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്ന സിനിമ കേരള ബോക്സ് ഓഫീസിന് സ്വന്തമാക്കിയ കളക്ഷൻസ്. ഈ രണ്ട് കളക്ഷൻസും ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ 122 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്നും പിന്നിട്ടിരിക്കുകയാണ് വാഴ 2 എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ വേൾഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 220 കോടി ചിത്രം പിന്നിട്ടിട്ടുണ്ട്. ലോകയുടെ കളക്ഷൻ ബ്രേക്ക് ചെയ്യാൻ സാധിക്കത്തില്ലെങ്കിൽ ചിത്രത്തിന് തുടരും അതോടൊപ്പം എമ്പുരാൻ തുടങ്ങിയ ചിത്രങ്ങളുടെ കളക്ഷൻ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. അപ്പോൾ വാഴ 2 എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ചിത്രത്തിൻ്റെ ഫൈനൽ കളക്ഷൻ എത്രയായിരിക്കുന്നതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ട.